മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടുകാർ വരുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാർ റഫിയും സുശീലാമ്മയുമാണ്. മുഹമ്മദ് റഫിയും സുശീലാമ്മയും. റഫി സാബിൻ്റെയൊക്കെ പാട്ട് അദ്ദേഹം ഒരുപാട് പാട്ട് പാടി. എനിക്ക് അങ്ങനെ ഹിന്ദി പാട്ടൊന്നും അധികം അറിയില്ല. അപ്പോൾ ഞാൻ മാഷിനടുത്ത് പറഞ്ഞു, സുഹാനി രാത് ഢൽ ചുക്കി നാ ജാനേ തും കബ് ആഓഗേ. ഓ അല്ല, ആ പാട്ട് നല്ല പാട്ടാണ്. അതല്ല, ഒരുപാട് നല്ല പാട്ടുണ്ട്. നിങ്ങൾ വേറെ പാട്ട് കേൾക്കുക. എന്നിട്ട് പുള്ളി എനിക്ക് കുറേ പാട്ടുകൾ പറഞ്ഞു. അതുപോലെ ദുനിയാക്കെ രഘുവാല്, എവിടെ പോയാലും ഹിന്ദി പാട്ട്, റഫിയുടെ പാട്ട് പാടാൻ പറഞ്ഞാൽ ഒരു മിക്ക പിന്നണി സിംഗേഴ്സ് എല്ലാം പാടുന്നത് ദുനിയാക്കെ രഘുവാല്. അത് കുറച്ച് ഉറച്ച് വിളിക്കാം, നീട്ടി വിളിക്കാം, അപ്പോൾ ആളുകളെ കൈയടി കിട്ടും. അതാണ് പുള്ളി. ഞാൻ ഐ ഹേറ്റ് ഇറ്റ്. ആ പാട്ടിനല്ല, ആ രീതിയിൽ പാട്ടിനെ ഉപയോഗിക്കുന്നതിൽ എത്രയോ നല്ല പാട്ടുകൾ. ദിൻ ഢൽ ജായേ ഹായ് രാത് ന ജായ് तो न आए तेरी याद सताए दिन ढल जाए. ഈ പാട്ടൊക്കെയാണ് പാട്ട് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ആ പാട്ടിന് എനിക്കറിയില്ല, ഈ താജ്മഹൽ പാട്ട്. പിന്നെ ബഹാരോം ഫൂൽ ബർസാവോ, ആ പാട്ട്. ആപ്കേ ഹസീന റുഹ് എന്നൊരു പാട്ടുണ്ട്. ഇങ്ങനെ കുറേ പാട്ടുകൾ. എനിക്ക് ഏകദേശം ഒരു 150-200ഓളം പാട്ട് അദ്ദേഹം പറഞ്ഞു തന്നു. ആ പാട്ടെല്ലാം ഞാൻ ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ പാട്ട് ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഈ തമിഴ് പാട്ടൊക്കെ പാടാനായിട്ട് പെൺകുട്ടികൾ വരുമ്പോൾ അവർ പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ കെ ചിത്രപാട്ട്, നല്ല പാട്ടാണ്. പക്ഷേ പറയും ഇതൊന്നും അല്ല പാട്ട്, നിങ്ങൾ നിനക്ക് തരുന്ന മനമേ കേൾക്കണം, സുശീലാമ്മയുടെ. അതുപോലെ മലർക്ക് തെன்றൽ പകയാനാല്, ആ പാട്ട് കേൾക്കണം. അല്ലെങ്കിൽ ചിന്നം സിറ് കൺമലർ താരാട്ട് പാട്ട് 58 സുശീലാമ്മ പാടിയ ആ പാട്ട് കേൾക്കണം. അങ്ങനെ നമ്മുടെ പാട്ടുകാരി രാജലക്ഷ്മി ഒരു ദിവസം പറഞ്ഞു, ചേട്ടാ എനിക്ക് കുറച്ച് നല്ല തമിഴ് പാട്ടുകൾ പഠിക്കാൻ വേണ്ടി സുശീലമ്മയുടെ പാട്ട് ചെയ്തിട്ട് വെച്ച് അദ്ദേഹം 36 പാട്ട് പറഞ്ഞു തന്നു. ഞാൻ രജിസ്റ്ററാക്കിയിട്ട് രാജലക്ഷ്മിയെയും മൃദുല തുടങ്ങിയിട്ടുള്ള പുതിയ പാട്ടുകാർക്കെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ സംഭാവന മറ്റ് ഭാഷകളിലെ നല്ല നല്ല പാട്ടുകൾ ഏതാണ് എന്ന് തിരിച്ചറിയാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും, അതാണ് അതിൻ്റെ പ്രത്യേകത. അതിന് പറഞ്ഞു കൊടുക്കാനുമുള്ള ഒരു ആർത്തി അല്ലെങ്കിൽ ഒരു ആഗ്രഹം അതുണ്ട്. അത് ഒരാൾ കേട്ടില്ലെങ്കിൽ പുള്ളി വിളിച്ചെടുത്ത് കേൾപ്പിക്കും. അല്ലാതെ നീ വേണമെങ്കിൽ പഠിച്ചൊന്നുള്ളതല്ല. ഒരാളിന് നല്ല പാട്ടിൻ്റെ ഇഷ്ടമുള്ള ഒരാളാണെന്ന് കണ്ടാൽ ആ ആളിന് പാട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. എത്ര വേണമെങ്കിലും ചിലപ്പോൾ മനോരമ ആളിനെ ഫോളി വിളി പറഞ്ഞു നോക്കട്ടെ ചോദിക്കാം. നിനക്ക് ശാരിക പൈതൽ അറിയാമോ? ശാരിക പൈതലേ പാട്ട് നിനക്കറിയാമോ? അറിഞ്ഞൂടാ. പിന്നെ ഇങ്ങനെ ഓരോരോ പാട്ടുകൾ ചോദിക്കും. കനകപ്രതീക്ഷിതൻ കണിമലർ താലത്തിൽ കല്യാണപ്പൂവുമായി വന്നവളെ അറിയാമോ? അവരറിയാം. അകലെ നീലാകാശം അറിയാം. പക്ഷേ കനകപ്രതീക്ഷിതൻ കണിമലർ താലത്തിൽ കല്യാണപ്പൂവുമായി നിന്നവളെ, ആ പാട്ട് അതവർക്കറിയില്ല. പിന്നെ വാഴവേമത്തിന് കല്യാണ സൗഗന്ധിക പൂങ്കാവനത്തിൽ ഒരു കസ്തൂരിമാനെ കണ്ടു, ഓടയിൽ നിന്നില്ല കാറ്റേ ഉള്ള പാട്ട്. പിന്നെ അജ്ഞാത ഗായക അരികിൽ വരൂ. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറേ സെലക്ഷൻസ്, സുശീലാമ്മയുടെ, ജാനകിയമ്മയുടെ, യേശുദാസിൻ്റെയൊക്കെ എപ്പോഴും പുള്ളിക്ക് ഇഷ്ടമുള്ള ചില പാട്ടുകളൊന്ന്, ഒരു പാട്ട് കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വീടേ കൂട്ടിനിണയല്ലേ കൊഞ്ചും മൊഴിയല്ലേ കൂടെ വരൂ ആ പാട്ട്. വെള്ളാരം കൊന്നിറങ്ങി വന്നാട്ടെ നിന്റെ പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടെ കാട്ടാറിൻ കടവത്ത് കണ്ണാടി കടവത്ത് കളിവഞ്ചി പാട്ടുപാടി പറന്നാട്ടേ കാക്കത്തം. ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് സ്വാമിയുടെ. അതുപോലെ തന്നെ അതിൽ സുഖമെവിടെ ദുഃഖമെവിടെ പാട്ടിൽ പലകുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും, പലകുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും. ആ 2 വരി പല രീതിയിൽ അദ്ദേഹം ഇംപ്രവൈസ് പാടും. അതുപോലെ ഈ ശ്രാന്തമമ്പരം
പിന്നെ പാരിജാതം തിരുമൊഴി പറഞ്ഞു പോപ്പുലർ സോങ്ങാണ്, അത് പുള്ളിക്ക് ഇഷ്ടമല്ല. പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയായി, ആ പാട്ടാണ് ഇഷ്ടം. അതുപോലെ സിന്ദൂരച്ചപ്പിൽ ഓമലാളെ കണ്ടു ഞാനുണ്ട്, അതിഷ്ടമല്ല. പൊന്നിൽ കുളിച്ച രാത്രി പുളകം വിരിഞ്ഞ രാത്രി, ഈ പാട്ടാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അതുപോലെ എല്ലാ ഏത് മലയാളമായാലും തമിഴായാലും ഹിന്ദി ആയാലും സാധാരണ ആളുകൾ ഇഷ്ടപ്പെടുന്ന പോപ്പുലർ നമ്പേഴ്സിന് പകരം അതിനേക്കാൾ മെച്ചമുള്ള അധികം പോപ്പുലറാകാത്ത പാട്ടുകളാണ് അദ്ദേഹം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഇടയ്ക്ക് അദ്ദേഹം ഒരു കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അത് വലിയ വിവാദ വിഷയമായി. രവീന്ദ്രൻ മാസ്റ്ററല്ല, രവീന്ദ്രൻ നല്ലൊരു സംവിധായകനാണ്, സംഗീത സംവിധായകനാണ്. അത് യേശുദാസും ദാസേട്ടനും രവീന്ദ്രൻ ചേർന്നുണ്ടാക്കിയ ഈ ഹിറ്റ് പാട്ടുകളൊന്നും എനിക്കിഷ്ടമല്ല പറഞ്ഞു. അതൊക്കെ പ്രമാദവനം, അങ്ങനെ വേറെ പാട്ടുണ്ട്, ഹരിമുരളീരം, അതൊന്നും എനിക്കിഷ്ടമല്ല. അതിന് പകരം വേറെ നല്ല അവർ ചെയ്ത ഒരുപാട് നല്ല പാട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പോപ്പുലറായി നിൽക്കുന്ന പാട്ടുകളിൽ പുള്ളിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അത് ആ പാട്ടിൻ്റെ കുറവുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, അങ്ങനെയാണത്. പിന്നെ നമ്മൾ ഭക്തിഗാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രേമം എങ്ങനെയാണോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്, പ്രണയം എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് അദ്ദേഹം ഭക്തി. ഗുരുവായൂരപ്പനുള്ള ഭക്തി അദ്ദേഹം എപ്പോഴും എൻ്റെ പറയും, മനോഹര എനിക്കിനി ജീവിച്ച് മതി, എനിക്ക് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ എങ്ങനെയെങ്കിലും അലിഞ്ഞു ചേരണം. ആ പ്രാർത്ഥന കേട്ടിട്ടാണോ എന്തോ ജനുവരി 9 തീയതി ഇതാണ് ഏകാദശി നാളിൽ ആണ് അദ്ദേഹം യാത്രയായത്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ അത് എന്ത് പറയുമ്പോഴും പറയും, ഇത് എൻ്റെ കഴിവല്ല, ഗുരുവായൂരപ്പനാണ് പാടുന്നത്. ഞാൻ പാടുമ്പോൾ തൊണ്ടയിൽ അദ്ദേഹം വരികയാണ്, പാടിക്കഴിയുമ്പോൾ അദ്ദേഹം പോവും, അങ്ങനെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഭക്തി. ഒരുപാട് പാട്ടുകൾ ഗണപതി ഭഗവാനെക്കുറിച്ചും അതുപോലെ കൂടൽ മാണിക്യത്തെക്കുറിച്ചും അതുപോലെ ആറ്റുകാൽ ദേവി, മൂകാംബിക, ഒരുപാട് ധാരാളം എത്രയെന്ന് അസംഖ്യം പാട്ടുകളാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ അസുഖമാകുന്നതിന് തൊട്ട് മുൻപുള്ള കാലങ്ങളിൽ കഴിഞ്ഞ 8-10 വർഷങ്ങളിൽ അദ്ദേഹത്തിന് ആഴ്ചയിൽ 4 ദിവസം 5 ദിവസം റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. 4 ദിവസം 5 എല്ലാ ആഴ്ചയിലും ഈ ഭക്തിഗാനങ്ങളോ റൊമാൻറ്റിക് ഗാനങ്ങളോ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ. ഒരാൾക്കും അതറിയില്ല. കാരണം ഇവിടെ ഓരോ താരങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരോ വലിയ മേളകൾ പോലെ നടത്തി വീഡിയോ പിടിച്ച് കൊടുക്കുന്ന പോലെ അദ്ദേഹം ചെയ്യാറില്ല. ഒരുപാട് ആൾക്കാർ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നതിൽ ഒരു പ്രശസ്ത സംഗീത സംവിധായകൻ്റെ കുടുംബത്തിന് എന്തോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹം 2 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ട് കൊടുത്തു. ആരോടും പറഞ്ഞിട്ടില്ല, അതെനിക്ക് മാത്രമേ അറിയാവുള്ളൂ. ഈ കോവിഡ് സമയത്ത് കോഴിക്കോടുള്ള കുറേ കലാകാരന്മാരുടെ ആർട്ടിസ്റ്റുകൾ, ഈ തബല വായിക്കുന്നവർ, അങ്ങനെ ഗിറ്റാർ വായിക്കുക, കോഴിക്കോട്ടെ കാലത്ത് വലിയ ഇഷ്ടമാണ് പുള്ളിക്ക്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് കഷ്ടതയാണെന്ന് അറിഞ്ഞിട്ട് അവിടെ എപ്പോഴും റെക്കോർഡിങ് നടത്തുന്ന ഡിജി റെക്കോർഡ് തൃശ്ശൂർ ഒരു സ്റ്റുഡിയോയിലാണ്. സുന്ദർ എന്നാണ് എൻ്റെ റെക്കോർഡ്സ് പേര്. അപ്പോൾ സുന്ദറിൻ്റെ പേര്, സുന്ദരേ ഈ ആഴ്ച വരുന്ന റെക്കോർഡിങ്ങിൻ്റെ പൈസ എല്ലാം അതിലൊരാളെ വിളിച്ച് കൊടുത്തിട്ട് അവർ ഡിസ്ട്രിബ്യൂട്ടർ എടുത്തോളം പറയും. അതാണ്. അതും വേറെ ആർക്കും അറിയില്ല, വീട്ടുകാർക്ക് പോലും അറിയില്ല. കാരണം വീട്ടുകാർ ഞാൻ ചിലപ്പോൾ അഴക്ക് പറഞ്ഞാലും വീട്ടിലേക്ക് ഒരാളെ പൈസ വെളിയിൽ പോകുന്നുള്ളത് എന്നിട്ട് വീട്ടുകാർക്കും പറയില്ല. എൻ്റെ അടുത്ത് പറയും, മനോഹർ ഇങ്ങനെ അത് കൊടുക്കാം. അതുപോലെ വിജയ് മാനുവൽ എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ്നാട്ടിൽ ഇളയരാജയുടെ കീബോർഡ് വായിക്കുന്ന ആൾ, രാസാത്തിയിലെ കീബോർഡ് വായിച്ച ആളാണ്. അദ്ദേഹം അവസാനം ക്യാൻസർ ഒന്നാണ് മരിച്ചത്. ആ സമയത്ത് എല്ലാ മാസവും 10,000 രൂപ അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ധാരാളം സഹായിക്കാറുണ്ട്. പക്ഷേ ആളുകൾക്കാർക്കും ഇങ്ങനെ ഒരു പൈസയൊക്കെ കൊടുക്കുന്ന ആളാണ്, സഹായിക്കുന്ന ആളാണ്, അങ്ങനെ പിക്ചർ അദ്ദേഹത്തിന് വേണ്ട. ഇങ്ങനെ ആളുകൾ സഹായിക്കുന്ന ആളാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ വളരെ രസകരമായ ഒരു സംഭവം വെച്ചാൽ, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ആ സമയത്ത് ഞാൻ ഒരു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. വാടക വീട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റെ ഓണർ, വാടക വീട്ടിൻ്റെ ഓണർ ഒരു ഷേഖ് മൊയ്തീൻ, അദ്ദേഹം ഈ മുസ്ലിം പാട്ടുകളൊക്കെ എഴുതുകയും പാടുകയും ചെയ്യും, സർവേ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം ആകെ അംഗീകരിക്കുന്ന ഒരേ ഒരു ഗായകൻ തലത്ത് മുഹമ്മദാണ്, വേറെ ആരെയും അംഗീകരിക്കില്ല. യേശുദാസ് യേശുദാസ് എന്ത് എന്ന് ചോദിക്കും പുള്ളി. റാഫി ആണെങ്കിൽ പിന്നെ അംഗീകരിക്കും. അപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ, ജയേന്ദ്രൻ മാഷൻ്റെ വീട്ടിൽ ആഹാരം കഴിക്കാൻ വരുന്നു, രാത്രി ആഹാരം കഴിക്കാൻ വരുന്നു. ഇദ്ദേഹം മോളുടെ നിലയിൽ, എൻ്റെ ഓണർ മോളുടെ നിലയിലാണ്, ഷേഖ് മൊയ്തീൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇന്ന് നമ്മൾ പാട്ടുകാരൻ ജയചന്ദ്രൻ വരുന്നുണ്ട്, വേണമെങ്കിൽ സാറിനൊന്ന് കാണാം. വരട്ടെ നോക്കാം എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. വന്നപ്പോൾ
ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു ജയേന്ദ്രൻ മാഷ് വന്നിട്ടുണ്ട്. വന്നു. കണ്ട വാടേ പറഞ്ഞു, എനിക്ക് തളത്ത് മുഹമ്മദ് അല്ലാതെ ഒരു പാട്ടുകാരനെ എനിക്കിഷ്ടമല്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് അതാണ്. ആണോ? അത് നല്ല കാര്യമാണ്. ഇത്രയും നല്ലൊരു മഹാനായ ഗായകനെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ, വലിയ കാര്യമാണെന്ന് പറഞ്ഞിട്ട് തലത്തിൻ്റെ 4 വരി ജയചന്ദ്രൻ മാഷ് പാടിക്കൊടുക്കുന്നു. ഇത് കേട്ട് അദ്ദേഹം 4 വരി. അവസാനം ഒരു 1/4 മണിക്കൂർ രണ്ടുപേരുള്ള തലത്തിൻ്റെ ഒരു കച്ചേരിയായിരുന്നു. ഇത് കഴിയുമ്പോഴാണ് ഒരു സംഭവം നടക്കുന്നത്. ജയേന്ദ്രൻ മാഷ് എഴുന്നേറ്റ് പറഞ്ഞു, കോഴിക്കോടുള്ള മുസ്ലിംസിനൊക്കെ നല്ല സംഗീത വാസനയുണ്ട്, പക്ഷേ തിരുവനന്തപുരത്തെ മുസ്ലിംസ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊരു അപൂർവമായൊരു കലാകാരനാണ്, നിങ്ങളെന്നെ അനുഗ്രഹിക്കുന്നത് പുള്ളിയുടെ കാലത്തൊട്ടാണ്. അവിടെ മീഡിയയിലെ പത്രം ആരുമില്ല, ഇതാരും കാണിക്കാനല്ല. ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഗുരുത്വമാണ്. ഇത്രയും കഴിവുള്ള ഒരാളിനെ ഞാൻ വണങ്ങണം, അതാണ് അതിന്. അപ്പോൾ പറഞ്ഞു അയ്യോ അങ്ങ് എൻ്റെ കാലത്തോട്ട് എഴുതി അങ്ങനെ വലിയ കലാകാരനെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അദ്ദേഹം തലത്തിൻ്റെ ലിസ്റ്റിൽ ജയന്തൻ്റെ പേര് ആഡ് ചെയ്തു. ജയന്തന് വലിയ പാട്ടുകാരനാണ്, അങ്ങേർക്ക് വേണ്ട അവസരം കിട്ടാത്ത ആൾ എന്നായി. അതുപോലെ തന്നെ ഈ യേശുദാസ് വരുന്ന വേദിയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മധുസാറ് ഉള്ള വേദിയിലുണ്ടെങ്കിൽ ആദ്യം അവരെ കാലത്തോട്ട് തൂട്ടേ പുള്ളി വേദിയിൽ കയറും. ഇന്നത്തെ ഏത് ആർട്ടിസ്റ്റ് ചെയ്യും? ഇതാരെ കാണിക്കാൻ വേണ്ടിയല്ല. അതുപോലെ എന്താണ് നമ്മൾ കണ്ട നമ്മുടെ സുശീലാമ്മയ്ക്കാണെങ്കിൽ സാഷ്ടാംഗ നമസ്കാരമുണ്ട്, കാലത്തൊട്ട് ഒഴുക്കല്ല. പാടെ നിന്നടക്കൽ ഈ മെഷീൻ താഴെ വീഴുമ്പോൾ അങ്ങനെ ഒറ്റയടിക്ക് വീണിട്ട് അങ്ങ് സാഷ്ടാംഗ നമസ്കാരം ചെയ്യണം. ഇത്രയും ലളിതമായ ജീവിതശൈലിയുള്ള ഒരാൾ നിങ്ങൾ കാണാൻ കഴിയില്ല. എല്ലാ ദിവസവും രാത്രി 9:30 ആകുമ്പോൾ എന്നെ വിളിക്കും. എല്ലാ ദിവസവും 9:30 വിളിച്ചിട്ട് 11 മണിവരെ ഞാൻ ലാപ്ടോപ്പിൽ അദ്ദേഹത്തിന് പാട്ടുകൾ കേൾപ്പിച്ചു. അദ്ദേഹം പാടിയ കന്നഡ, തെലുങ്ക്, മറ്റുള്ളവർ പാടി അദ്ദേഹം പറഞ്ഞ പാട്ടുകളൊക്കെ കേൾപ്പിച്ചു കൊടുക്കും. 11 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ചർച്ചയൊക്കെ മതിയാക്കി കടന്നു. ഈ ഡിസംബർ 9-ാം തീയതി അദ്ദേഹം വീഴ്ച വീണു. ആ വീഴ്ച വീണു തലേ ദിവസം വരെ കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള ഇതാണ്. പിന്നെ അദ്ദേഹം സംസാരിച്ചിട്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ട പാട്ടുകൾ 4 പാട്ട് ഞാൻ എല്ലാ ദിവസവും 10-400 പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. BK പ്രകാശുണ്ട്, ബാലചന്ദ്രമേനോനുണ്ട്, M ജയന്തനുണ്ട്, BK ഹരിനാരായണനുണ്ട്, സന്തോഷ് ശർമ്മയുണ്ട്. പിന്നെ സാധാരണക്കാരെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിവിടുത്തെ കൊല്ലത്തൊരു സുരേഷ് എന്ന് പറഞ്ഞിട്ട് സിമൻറ്റ് ലോഡ് ചുമക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം മാഷിന് വലിയ ആരാധകനാണ്, അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്, ഒരൊറ്റ സെലിബ്രിറ്റി ആ ഫോണിൽ വിളിക്കില്ലത്. ഒരുപാട് സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ട്, ഒരൊറ്റ ആളിനെയും ഫോണിൽ വിളിക്കില്ല. അദ്ദേഹം വിളിക്കുന്നത് അവിടെ ഒലവക്കോടുള്ള പോസ്റ്റ്മാൻ കൃഷ്ണസ്വാമിയെ, കൊല്ലത്തുള്ള സിമൻ്റ് ലോഡി വെക്കുന്ന സുരേഷിനെ, ഇവിടെ വെള്ളായണിയിൽ ആട്ടോ ഓടിക്കുന്ന അജിയെ, കാട്ടാക്കട ടാക്സി ഓടിക്കുന്ന ശ്രീകുമാറിനെ, ഇവരെയൊക്കെയാണ് മാഷ് വിളിക്കുന്നത്. അല്ലാതെ ഒരൊറ്റ ഇപ്പോൾ ബാലചന്ദ്രമേനൊക്കെ വളരെ അടുപ്പമാണ്, ശ്രീകുമാരൻ നമ്പീസിന് വളരെ അടുപ്പമാണ്, അവരാരും ഫോൺ വിളിക്കില്ല. ബാലചന്ദ്രമേനൻ എൻ്റെ പരാതി പറഞ്ഞിട്ടുണ്ട്, എന്തൊരു മനുഷ്യനാണ് അവനെ ജയൻ, ഒരു ഫോൺ വിളിക്കില്ലല്ലോ, നമ്മൾ ഫോൺ വിളിച്ച സമയത്ത് എടുക്കുന്നില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു റയർ സ്പീഷീസ്, ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലൊരു വ്യക്തി മഹാത്മ്യം, സാധാരണക്കാരോട് അത്രയും അടുപ്പമുള്ള ഒരു വലിയ കലാകാരനായിരുന്നു ജയേന്ദ്രൻ മാഷ്. അദ്ദേഹം നമുക്ക് തന്ന സംഭാവനകൾ ഇനിയും ധാരാളം ആളുകൾ അറിയാനുണ്ട്. നമ്മൾ പരസ്പരം അത് ഷെയർ ചെയ്തും അത് ആസ്വദിച്ചും നമുക്ക് ജീവിക്കാം. എന്നെ വിളിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് കേട്ടിരുന്ന നിങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി.